ബഹിരാകാശ ഗവേഷണത്തിന് സഞ്ചാരത്തിന് റോബോട്ടുകൾ വരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും, അല്ലെങ്കിൽ തന്നെ ജോബുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ റോബോട്ടുകൾ വന്നാൽ ബഹിരാകാശത്തെ ഗവേഷണത്തിനും അങ്ങോട്ടുള്ള സഞ്ചാരത്തിനും മനുഷ്യന്മാരെ ആവശ്യമില്ലാതായി വരും എന്നൊക്കെയുള്ള പേടിയുണ്ടാവും. അങ്ങനെ പേടിക്കേണ്ടതില്ല. അതിസങ്കീർണമായ ചില ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയാണ് റോബോട്ടുകൾ ഉപയോഗിക്കുന്നത്. നാസ നേരത്തെ തന്നെ ഈ പ്രൊജക്ട് കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. റോബോനോട്ട് എന്ന പേരിൽ, റോബോട്ടും ആസ്ട്രോനോട്ടും ചേർന്ന റോബോനോട്ട് എന്ന പേരിൽ നാസ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരം ശ്രമങ്ങൾ. അല്ല, ഇന്ത്യ നേരത്തെ തന്നെ ISRO റോബോനോട്ടുകളെ കൊണ്ടുവരുന്നുണ്ട്. വ്യോമമിത്ര എന്ന പേരിൽ ഒരു സ്ത്രീ രൂപമുള്ള ഒരു റോബോട്ടിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിരിക്കുമല്ല. 2020 5 വർഷം മുമ്പ് തന്നെ ISRO ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സ്വപ്നം കാണുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂർ വെച്ചായിരുന്നു അതിന്റെ ഒരു ഏകദേശ രൂപത്തെ കുറിച്ച് ചർച്ചകൾ നടന്നത്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് വ്യോമമിത്ര എന്ന പേരിലുള്ള ഈ ആസ്ട്രോനോട്ട് റോബോനോട്ടിന്റെ പൂർണ്ണമായ ഡിസൈനിങ് കഴിഞ്ഞു. അത് ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഗഗൻയാൻ 2ാം പ്രോജക്ട് 2026 ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് കൂടി ഉണ്ടാവുക ഈ വ്യോമമിത്ര ആയിരിക്കും എന്ന കൗതുകകരമായ വാർത്ത മനസ്സിലാക്കുക. നമ്മുടെ ജോലി പോകുന്നില്ല. ദെൻ ആസ്ട്രോനോട്ടായിട്ട് മനുഷ്യന്മാര് ചെയ്യേണ്ട പണികൾ മനുഷ്യന്മാര് തന്നെ ചെയ്യണം. അതേ സമയത്ത് ചില സങ്കീർണമായ ഗവേഷണങ്ങൾ നടത്താൻ റോബോട്ടുകളെ ഉപയോഗിക്കുക എന്നതായിരിക്കും ഈ ഒരു പ്രൊജക്ടിന്റെ ലക്ഷ്യം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചാൻസുകളെ കുറിച്ചും വരാൻ പോകുന്ന സാധ്യതകളെ കുറിച്ചും പഠിക്കുക. ബൈ ബൈ.